ഷോർ ഓഫ് ഗ്രേസിൻ്റെ 14ാമത്തെ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ സ്നേഹിതർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ ആഴ്ച പ്രോഗ്രാം ശ്രദ്ധിക്കുകയും പ്രതികരിക്കുകയും ചെയ്ത എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും ശ്രദ്ധിക്കുക, മറ്റുള്ള സ്നേഹിതരെയും പരിചയപ്പെടുത്തുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമല്ലോ. സ്നേഹം എല്ലാവരും ആഗ്രഹിക്കുന്നതും എത്ര കിട്ടിയാലും മതിയാവാത്തതുമായ ഒന്നാണ്. എന്താണ് സ്നേഹം? ചിരിച്ചു കാണിക്കുന്നതാണോ സ്നേഹം? അതോ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്നതാണോ? അല്ലെങ്കിൽ ഒരു ഹഗ് ചെയ്യുന്നതാണോ? എനിക്ക് സ്നേഹമാണ് എന്ന് പറയുമ്പോഴും സ്നേഹമില്ലായ്മയുടെ പ്രകടഭാവങ്ങളല്ലേ സമൂഹങ്ങളിൽ നാം കാണുന്നത്? ഭാര്യ, ഭർത്താവ്, മാതാപിതാക്കൾ, മക്കൾ, അമ്മ, മരുമക്കൾ, അങ്ങനെ എവിടെയും ഇന്ന് കാണുന്ന കേൾക്കുന്ന കാര്യങ്ങൾ സ്നേഹമില്ലായ്മകളെ കുറിച്ചാണ്. ശരിയല്ലേ? സ്നേഹമെന്ന് പറഞ്ഞാൽ എന്താണ്? അതിനു മുമ്പ് ഞാനൊന്ന് പറയട്ടെ. നമ്മൾ കാണുന്ന സ്നേഹം എന്ന് പറയുന്ന വികാരത്തിന് കേവലം ഇഷ്ടം എന്നാണ് പറയുക. ഇഷ്ടം കുറഞ്ഞാൽ വരുന്ന പ്രശ്നങ്ങളാണ് നാം ഇന്ന് കാണുന്ന പലതും. ഇഷ്ടമില്ലാത്തതിനോടെല്ലാം പ്രശ്നങ്ങളാണ്. എന്നാൽ സ്നേഹം കേവലം ഇഷ്ടം മാത്രമല്ല, ഇഷ്ടം അതിലുണ്ട്. ആദ്യം പറഞ്ഞ ചില പ്രകടഭാവങ്ങളൊക്കെ തന്നെ ആ ഇഷ്ടത്തിലുമുണ്ട്. അപ്പോൾ പിന്നെ സ്നേഹം എന്താണ്? സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹിക്കപ്പെടുന്ന ആളിൻ്റെ ഏറ്റവും വലിയ നന്മയെ കരുതി പ്രതിഫല ഇച്ഛ കൂടാതെ ചെയ്യുന്ന പ്രവൃത്തിയാണ് സ്നേഹം. ഒന്നുകൂടെ പറയട്ടെ. സ്നേഹമെന്ന് പറഞ്ഞാൽ സ്നേഹിക്കപ്പെടുന്ന ആളിൻ്റെ ഏറ്റവും വലിയ നന്മയെ കരുതി പ്രതിഫല ഇച്ഛ കൂടാതെ ചെയ്യുന്ന പ്രവൃത്തിയാണ് സ്നേഹം. ശരിയായ സ്നേഹമില്ലാതെ തന്നെ ഈ വക പ്രവൃത്തികളൊക്കെ കാണിക്കുവാൻ സാധിക്കും. അതൊക്കെ ചില കാര്യസാധ്യങ്ങൾക്കായി മാത്രമാകും, അല്ലേ? അതല്ലേ ഇന്നത്തെ സമൂഹത്തിൽ എവിടെയും നാം കാണുന്നത്? എവിടെ എങ്ങനെ നോക്കിയാലും ഈ കാര്യസാധ്യങ്ങൾക്കായുള്ള ഇഷ്ടപ്രകടനങ്ങൾ എവിടെയും കാണുവാനായിട്ട് സാധിക്കും. ഇതിനിടയിൽ കാര്യസാധ്യത്തിനല്ലാതെ സ്നേഹിക്കുന്ന സ്നേഹങ്ങളുമുണ്ട് കേട്ടോ. എൻ്റെ പിതാവിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ള ഒരു സംഭവകഥ ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഒരു മദ്യപാനിയായ ഒരു മനുഷ്യൻ്റെ ഭവനത്തിൽ എന്നും ബഹളമാണ്. കുട്ടികളുണ്ട്, എങ്കിലും രാത്രിയിൽ ഭർത്താവ് വന്ന വലിയ കലഹമാണ്. ഒരു ദിവസം അതങ്ങനെ കൂടി. ഭാര്യയെ അടിച്ച് ഒരു പരുവമാക്കി. കുട്ടികൾ കിടന്ന് കരയുകയാണ്. പക്ഷെ ഭർത്താവിന് ആ ഭാര്യയോട് ഇഷ്ടമുണ്ട്. എങ്കിൽ പോലും തന്നെ നിയന്ത്രിക്കുന്നത് മദ്യമായിരുന്നത് കൊണ്ട് ആ സ്നേഹവതിയായ ഭാര്യയെ താൻ വല്ലാതെ ഉപദ്രവിച്ചു. അവസാനം അവളെ അവിടെ നിന്നും ഇറക്കി വിട്ടു. എന്നിട്ട് അയാൾ ഭാര്യയെ അകത്ത് കയറ്റാതെ ഓടിച്ചു വിടാനായി വെളിയിൽ ഇറങ്ങി നിൽക്കുകയാണ്. ഭാര്യ ദൂരത്തേക്ക് കുറേ നടന്നുപോയി. അല്പം കഴിഞ്ഞപ്പോൾ എന്തോ ഒന്ന് വേലിയുടെ മുകളിലൂടെ അകത്തേക്ക് വീഴുന്ന ഒച്ച കേട്ട് അയാൾ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കുറച്ച് പശുവിൻ്റെ ചാണകമാണ്. ചുറ്റും അങ്ങനെ നോക്കിയപ്പോൾ അത് തൻ്റെ ഭാര്യ കൊണ്ടിട്ടിട്ട് പോകുന്നതാണ് കണ്ടത്. ഉടനെ അദ്ദേഹം ഭാര്യയെ വിളിച്ചു, "നീ എന്തിനാണ് ഇതിവിടെ കൊണ്ടിട്ടത്?" അപ്പോൾ ആ ഭാര്യ പറഞ്ഞു, "ഞാൻ അങ്ങനെ പോകുമ്പോൾ കുറച്ച് ചാണകം വഴിയിൽ കിടക്കുന്നത് കണ്ടു. അത് വെറുതെ പോകണ്ട, അത് നമ്മുടെ പറമ്പിൽ കിടക്കട്ടെ എന്ന് ഓർത്ത് അത് കൊണ്ടിട്ടിട്ട് പോകാൻ വന്നതാണ്" എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് അയാളുടെ ഹൃദയം ത്രസിച്ചു. തൻ്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ക്ഷമ ചോദിച്ചു. അന്ന് മുതൽ ആ കുടുംബത്തിന് വളരെ വ്യത്യാസമുണ്ടായതായിട്ടാണ് ഈ കഥ പറയുന്നത്. ഇങ്ങനെയുള്ള സ്നേഹമുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മാനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു പ്രദർശനമാണ്. എന്നാൽ പാപികളായ മനുഷ്യവർഗത്തെ നിത്യ നരകത്തിൽ നിന്ന് രക്ഷിക്കുവാനായി തൻ്റെ സ്വന്തം പുത്രനായ യേശുക്രിസ്തുവിനെ കാൽവറിയിൽ യാഗമായി അർപ്പിക്കുവാൻ മനസ്സ് കാണിച്ച ദൈവത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചാലോ? ഇന്ന് ഞാൻ പാടുന്ന പാട്ടിൽ ഇങ്ങനെ പറയുന്നു: ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവസ്നേഹം. രാജു വർഗീസ് എന്ന ദൈവദാസനാണ് ഈ ഗാനം എഴുതിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്രൂശിൽ നിന്നും ഒഴുകി വരുന്ന ദൈവത്തിൻ്റെ സ്നേഹം. ഈ ഗാനം ശ്രവിക്കുമ്പോൾ, ഈ വരികളിലൂടെ കടന്നു പോകുമ്പോൾ യഥാർത്ഥ ദൈവസ്നേഹത്തിൻ്റെ ശക്തി, അതിൻ്റെ ആഴം, ഇതൊക്കെയാണ് അതിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ സ്നേഹം അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ ആഴം ഒന്നുകൂടെ മനസ്സിലാക്കി ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം. അതിന് കഴിഞ്ഞിട്ടില്ലാത്തവർക്ക് യേശു കർത്താവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് അവനെ രക്ഷകനായി സ്വീകരിച്ച് ഈ ദൈവസ്നേഹം അനുഭവിക്കുവാൻ ക്ഷണിച്ചുകൊണ്ട് ഇന്നത്തെ ഗാനം പാടട്ടെ നിങ്ങളുടെ സഹോദരൻ പ്രസാദ് കറുകയിൽ.
സ്നേഹത്തിൻ വൻകൃപയേ ഒഴുകി ഒഴുകി അടിയനിൽ പെരുകേണമേ. സ്നേഹ സാഗരമാ സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയണമേ. നിത്യസ്നേഹം എന്നെയും തേടി വന്നു. നിത്യമാം സൗഭാഗ്യം തന്നുവല്ലോ. ഈനനെന്നെ മെനഞ്ഞല്ലോ കർത്താവിനായി. മാനപാത്രവുമായി സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയണമേ. ലോകത്തിൽ ഞാൻ ദരിദ്രനായിടിലും നിൻ സ്നേഹം മതിയെനിക്കാശ്വാസമായി. ദൈവസ്നേഹം എന്നെയും ആത്മാവിനാൽ സമ്പന്നനാക്കിയല്ലോ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയണമേ. ആയാലോകേ പ്രശംസിച്ചിടുവാൻ യാതൊന്നുമില്ലല്ലോ പ്രാണനാഥ. ദൈവസ്നേഹം ഒന്നേയൻ പ്രശംസയേ. എൻ്റെ ആനന്ദമേ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയണമേ.